ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ ഞാനും എന്റെ ബബ്ലൂസുമായിട്ട് ഞങ്ങൾ ബഗ ബീച്ചിൽ എത്തിച്ചേർന്നിരിക്കുവാണ്. നമ്മുടെ കുടുകുട വണ്ടി പാർക്കിങ്ങിൽ വെച്ചിരിക്കുവാണ്. ഇവിടെ മീനൊക്കെ ഉണ്ട്. പൊളി സ്ഥലമാണ് കേട്ടോ. മീൻ കണ്ടാൽ ഒരു കൂടുതൽ അയിലേക്ക് പ്രത്യേകതയാണ് കേട്ടോ. ഞങ്ങൾക്ക് മീൻ കണ്ടാൽ ഞങ്ങളുടെ വീക്കെൻഡ്സ് ആണ് കേട്ടോ. മീൻ അയിലാണുള്ളത്. കൊണ്ടുപോവുക. ഇവിടെ മീൻപിടുത്തമൊക്കെ ഉള്ള സ്ഥലമാ. മീൻപിടുത്ത കാഴ്ചയൊക്കെ നമുക്ക് കാണാം. ഇതുപോലെ വണ്ടിക്ക് മീൻ കാഴ്ചയൊക്കെ നമുക്ക് പിന്നെ കാണാം. ബോക്സിലല്ലേ എല്ലാ അയിലയാണ് ഏറ്റവും കൂടുതൽ കണ്ട. ഇങ്ങോട്ടോ മീനെടുക്കാൻ വന്നേക്കും എല്ലാരും. മീൻപിടുത്ത കാഴ്ചയുണ്ട്. ഇവിടെ മൊത്തം മീനാണ്. ഹായ്, നമ്മൾ അന്ന് വന്നപ്പോ ഇതില്ലായിരുന്നല്ലോ. ഇപ്പൊ പിടിച്ചോണ്ട് വന്ന മീനുകളാണ് ഇതൊക്കെ. എന്തൊക്കെ മീനാണ്. തിരിവാണ്. മീനൊന്നും ഒരു വിലയില്ല കേട്ടോ ഇവിടെ. അവിടെ ഉണ്ട് കൊടയിൽ. അതായത് ബഗ ബീച്ചിലെ ഒരു പ്രത്യേകതയാണ് ഈ പൊഴി കേട്ടാ. ഈ പൊഴിമുഖം അതായത് ബഗ ബീച്ചിലെ ഒരു പ്രത്യേകതയാണ്. അങ്ങോട്ട് പോയിട്ട് വരാം. നമ്മളിപ്പോ വന്ന് ഇറങ്ങുമ്പോ തന്നെ നമുക്ക് കാണാൻ പറ്റിയ ഒരു ബോട്ട് കൊണ്ടുവന്നിട്ട് ഇത് ബോട്ടല്ല, മീൻ കുടയുന്നല്ലേ. ബോട്ടല്ല ഇത്. ചെറിയൊരു ബോട്ട്. അവിടെയൊക്കെ വന്ന് ഉള്ളത്തിന്റെ കുടച്ചില്ല. ചെറിയൊരു വെള്ളം. ഇവിടെ വന്നു കഴിഞ്ഞാൽ മീനൊക്കെ മേടിച്ചത് അങ്ങോട്ട് കാണിച്ചത് മൊത്തം. ഇത് അങ്ങോട്ട് സൈഡിലേക്ക് ഇടിയും കേട്ടോ. ഇത് തട്ടിടിയാൻ സാധ്യതയുണ്ട് കേട്ടോ. അത് മൊത്തം മീൻ പിടിക്കാൻ ഫിഷിംഗ് ആണ് കേട്ടോ. നേരെ കൂടുതലും അയിലയാണ് കേട്ടോ വന്നേക്കുന്നത്. നിറച്ച അയിലയാണ് കണ്ടില്ലേ. നിറച്ച അയിലയാണ്. എല്ലാം അങ്ങോട്ടൊക്കെ അടിപൊളി കാഴ്ചയാണ് കേട്ടോ. നല്ല അടിപൊളി കിണ്ണപ്പം കാഴ്ചയാണ്. ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങൾ ഇപ്പൊ നിൽക്കുന്നത് നമ്മുടെ ഗോവയിലെ ബഗ ബീച്ചിലാണ് കേട്ടോ. ഇവിടെ വന്നപ്പോഴത്തേക്കും മീനിന്റെ ചാകരയാണ്. നിറയെ വള്ളങ്ങൾ ഇങ്ങനെ അടുത്തേക്കുമാണ്. കൂടാതെ ഇവിടെ ഒരു പൊഴിമുഖമുണ്ട് കണ്ടാ. ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന ഒരു പ്ലേസ്. അങ്ങോട്ട് മാറിയിട്ട് ആൾക്കാർ മൊത്തം ബീച്ച് കാണുന്നുണ്ട്. ഒരു ഏരിയ ഫുള്ള് മീൻപിടുത്തമാണ്. ആ നോക്കി നിങ്ങളും നോക്കി ഇത്രയധികം അയില നിങ്ങളിങ്ങനെ കണ്ടിട്ടുണ്ടോ. അല നിറയെ മലയിൽ വേണ്ട ഇങ്ങനെ നിറഞ്ഞ അയില വന്നേക്കുവാണ്. അതായത് വള്ളം നിറയാണ് അതിൽ കേട്ടോ. വള്ളം നിറയെ. കേരളത്തിലെ മീൻപിടുത്തം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഗോവക്കാരുടെ മീൻപിടുത്തവും മീൻകൊടയിലൊക്കെ കണ്ടിട്ടുണ്ടോ? എന്റെ പൊന്നോ, ഇവിടെ വന്നു കഴിഞ്ഞാൽ അതായത് ആ വള്ളത്തിന് 3 ഇഞ്ചിനാ ബാക്കിൽ വെച്ചിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു ലോഡാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. കൂടാതെ നമ്മുടെ ഏറ്റവും കൂടുതൽ ഫ്രഷ് മീൻ കിട്ടുന്ന ഒരു സ്ഥലമാണ്. അതായത് ഇവിടുന്ന് ഇവര് നേരിട്ട് തൂക്കി കൊടുക്കും മീൻ. എല്ലാ വള്ളത്തിനും നിറയെ പുറകിലോട്ട് വീഴണ്ടേ. എല്ലാ വള്ളത്തിനും അയിലയാണ്. എല്ലാ ഇവിടുന്ന് വിലക്കുറച്ച് മീനെ വാങ്ങിക്കാൻ പറ്റും. നമുക്ക് ഫുഡ് കഴിക്കണമെങ്കിൽ വിശ്വസിച്ച് വാങ്ങിച്ചു കഴിക്കും. കാരണം പിന്നെ നല്ല ഫ്രഷ് മീൻ കിട്ടുന്ന ഒരു സ്ഥലമാണ് പോകാൻ. ഈ സ്ഥലത്തിനൊരു പ്രത്യേകത ഉണ്ട്. അതോടെ ഒന്ന് പറഞ്ഞു വിടുക പ്ലസ്. ഇത് ഏതാണ്? ബഗ ബീച്ചാണ്. ബഗ ബീച്ചിൽ ഏറ്റവും ടൂറിസ്റ്റ് വരുന്ന സ്ഥലമാണ്. ടൂറിസ്റ്റുകൾ വരുന്നത്. പക്ഷെ ഒരു ഏരിയ ഫുള്ള് ഈ മീൻപിടുത്തമാണ്. മുമ്പ് വന്നപ്പോ ഇത്രയും ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ല. നമ്മൾ കാണാണ്ട. ഇത് ചെറിയൊരു ഹാർബർ പോലെയാണല്ലേ. അതായത് കൂടുതലും വള്ളമൊക്കെ വന്ന് ഇത് ഈ വെള്ളത്തിന്റെ ഒഴുക്ക് ഉണ്ടാവും പ്ലസ്. ഇത് കണ്ടില്ലേ. അത് വല വൃത്തിയാക്കി പോവുക. പൊഴിമുഖം. ഇത് കണ്ടില്ലേ. എന്ത് നല്ല ക്ലീൻ ആയിട്ടുള്ള വെള്ളമാണ് അല്ലേ. നല്ല രസമുണ്ട്. നല്ല രസമുണ്ട്. അടിപൊളിയല്ലേ. നല്ലൊരു സ്ഥലമാണല്ലേ. അടിപൊളി സ്ഥലം കേട്ടോ. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായ ഒരു സ്ഥലമാണ് കേട്ടോ.
ഓരോ നാട്ടിലും ഓരോ രീതിയിലുള്ള ഓരോ ഇതാണ് കണ്ടില്ലേ. ആ ഭയങ്കര പ്രത്യേകത. ഇതിനൊരു പ്രത്യേകത ഉണ്ട്. ഇത് കണ്ട ഈ വെള്ളം ഒഴുക്ക് കണ്ട എന്ത് സ്പീഡിലാണ് ആ ഒഴുകണെന്ന് നോക്കി. വള്ളമല്ല ഇവിടെ വന്ന് കുറെ അടുപ്പിക്കും. അതെ അതെ. ഇവിടുന്ന് പോവും ഇവിടെ വരുകയും ചെയ്യും. എന്തായാലും കൊള്ളാം. ഇനി നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ അവിടെ നിറയെ വള്ളങ്ങളൊക്കെ വരുന്നത്. കുറെ പേര് കുറെ ചേച്ചിമാരൊക്കെ അതായത് ഇവിടുത്തെ ഒരു പ്രത്യേകത അവിടുന്ന് തന്നെ വെള്ളത്തിൽ നിന്ന് തന്നെ മീൻ തൂക്കി കൊടുക്കും. ഇത് കണ്ട ഇത് ഒരു കിറ്റിൽ വാങ്ങിച്ചു കൊണ്ടുപോവുക. കിത്തിന് പോയി 300 300 രൂപ ഇല്ലേ. അങ്ങനെ ഒരു ചേട്ടൻ 300 രൂപയുടെ അയില മേടിച്ച് പോവുക. ഇതിവിടെ ഒരു കൊട്ടക്കണക്കിന് ഇങ്ങനെ ഐസ് വെച്ചേക്കുവാണ്. ആവശ്യമുള്ളവർക്ക് ഐസ് ഇട്ട് തരും. ഇത് ലക്ഷങ്ങൾ അയിലുണ്ടെന്ന് തോന്നുന്നല്ലോ. അത്രക്ക് വലിയ വെള്ളമോ. ഇതിങ്ങനെ നേരെ പോകുന്നത് ബഗാടെ എൻഡിൽ ചെല്ലുമല്ല. ഒരു 1.5 കാഴ്ചയാണ് കുട്ടി. അതെ. ഇപ്പം മീൻ്റെ ആഗ്രഹം നിനക്ക് സഫലമായില്ല. അതുപോലെ തന്നെയാണ് മറ്റുള്ള ആഗ്രഹങ്ങളും സഫലമാവും. ബഗാ ബീച്ചിലും ശാകരപ്പാട്. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇങ്ങനെ സമ്മതിക്കുക? എനിക്ക് തോന്നുന്നില്ല സമ്മതിക്കും. ഇത്രയും വലിയ ഇത് ഉള്ള സ്ഥലത്ത് ബബ്ലൂസ ഈ തടി കൊണ്ടുപോകണ എന്തിനാണെന്നറിയാവാ? അത് കണ്ട് ഈ തടി കൊണ്ടുപോകണ എന്തിനാണെന്നറിയാവാ? ഇവര് അയില കച്ചവടോ കണ്ടില്ലേ? അയില കച്ചവടോ. ആണോ? അവർക്കറിയാം നമ്മളവരുടെ നിന്ന് വാങ്ങിക്കത്തില്ല. ചുമ്മാ ഇതാക്കും. ചെറിയ പൈസയ്ക്ക് വരും അവർ. തരും തരും. മത്തി അയിലയുടെ ബേളമാണ് കേട്ടോ. വെള്ളം കയറ്റുന്നുണ്ട്. JCB വെച്ചാ വലിക്കുന്നത്. അതെ, പാവങ്ങളാണ്. നല്ല രസമുണ്ട് കേട്ടോ. അടിപൊളി സ്ഥലമാണ് കേട്ടോ. നല്ല സൂപ്പർ സ്ഥലം. അതൊക്കെ കണ്ടോ?
കുഴപ്പമില്ല, അതേ അങ്ങോട്ട് പോകാം. ദേ മീൻ കിടക്കുന്നുണ്ടോ സുഹൃ? നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇങ്ങനെ കിടക്കുവോ അത്ര മീൻ കൊടുക്കണം 150 രൂപ കേട്ടാ. അത്ര മീൻ കൊടുക്കണം 150 രൂപ. അത് കണ്ട അയ്യോ ഓ അവളുസ് എന്താണ് അതിൽ തന്നെയാണോ? എങ്ങനെ മീനിട്ടാലും അയില വരുന്നുണ്ട് കേട്ടോ. 100 രൂപ കൊടയുന്ന ഇനി ഒരുപാട് വള്ളങ്ങൾ വരാൻ കിടക്കും. മൊത്തം അയിലാണ്. അത് ശീലാവും. അത് കണ്ണിയില്ല. അതങ്ങനെ ആരും വേണ്ട. ഇവിടെ ഒട്ടും ആരും വാങ്ങിക്കത്തില്ല. ഇത് കണ്ണിയല്ലേ വള്ളവും എല്ലാ പരിപാടിയും അല്ലേ, എല്ലാം കൂടെ മിക്സ് ചെയ്താണല്ലേ. ഇതുണ്ടോ ഇങ്ങനൊരു ബീച്ച് ആദ്യമായിട്ടാണ്. മീൻപിടുത്തവും മറ്റുള്ള ടൂറിസ്റ്റും എല്ലാം കൂടെ. അന്നേരം ഞാനും എൻ്റെ ബബ്ലൂസും ഹാപ്പിയാണ്. ഞങ്ങൾ വന്നതിൽ പ്രതീക്ഷിക്കാനെക്കാട്ടി വലിയ ഞങ്ങൾ കണ്ടത്. ഒരു രക്ഷയില്ലല്ലേ. പിന്നെ വന്നാലും ഒരു രക്ഷയില്ല. ഒരു കിടക്കാച്ചി വ്യൂ ആണ്. അതുപോലെ തന്നെ നല്ല മീൻ പിടുത്തക്കാർ അല്ലേ. അതെ, നമുക്ക് വെള്ളം എല്ലാം മീനും അത് നമുക്ക് അപൂർവമായി ഇത് നിമിഷം പറയാൻ പറ്റത്തില്ലേ. പക്ക ടൂറിസ്റ്റ് പ്ലേസ് ആണ്. അതൊരു ബഗാ ബീച്ച് എന്ന് പറഞ്ഞാൽ ലോകം അറിയുന്ന ഒരു ബീച്ചാണ് അല്ലേ. അതിൻ്റെ കോർണറാണ് ഒരു എന്തോ. അപ്പൊ ഇനി ഈ വള്ളക്കാരും ഇതെല്ലാം കൂടെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഇവിടുത്തെ അവസ്ഥ എന്തുമായിരിക്കും അല്ലേ അസ്മിറ? ഒരു രക്ഷയില്ലാത്ത അവസ്ഥയായിരിക്കും. എന്റെ പൊന്നോ, ഒരു രക്ഷയില്ല. അപ്പൊ നമുക്ക് എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഒരു കാര്യം പറയുവാണ്, ഇപ്പിയാതെ വീഡിയോ കാണണം കേട്ടാ. വീഡിയോ മാത്രമല്ല ഇനി കാണുന്ന വീഡിയോകളും എന്തുമാണ് മക്കളെ സപ്പോർട്ട് ചെയ്യണ്ടേ. നിങ്ങളെന്താ ഞങ്ങൾ ഇഷ്ടമല്ലേ? എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പറയുന്നേ, നമുക്ക് പരിഹരിക്കാന്ന്. അപ്പൊ നമ്മള് ഇന്നത്തെ